കുറിപ്പ് 3 മുതൽ. വിശുദ്ധ ലൂക്കായുടെ ശേഷം 1-ാം അധ്യായം 46 മുതൽ 56 വരെയുള്ള തിരുവചനങ്ങളുടെ വിശകലനം. മറിയത്തിന്റെ സ്തോത്രഗീതം. പഴയ നിയമത്തിലെ പല ഭാഗങ്ങളും കോർത്തൊരുക്കിയ നല്ലൊരു ഗാനശകലമാണ് മറിയത്തിന്റെ സ്തോത്രഗീതം. അന്നക്കാലത്ത് ഇത്രയേറെ വേദപുസ്തക അവഗാഹം ഉണ്ടാവുക എന്നത് മാനുഷികമായി അചിന്തനീയമായ ഒരു രഹസ്യമാണ്. അവരുടെ ഉള്ളിൽ ഉരുവായിട്ടുള്ള ദൈവപുത്രൻ തന്നെയാണതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഈ വാക്കുകൾ. ഓരോ ദിവസവും സമർപ്പിത സമൂഹം യാമപ്രാർത്ഥനകളുടെ അവസാനം ഇതേറ്റു ചൊല്ലിക്കൊണ്ടാണ് ഉറങ്ങാൻ പോവുക. ഞാനും നാഥനെ വാഴ്ത്തുന്നു എന്ന ഗാനം ഏറെ പ്രശസ്തമാണല്ലോ. എന്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു, എന്റെ ചിത്തമെന്ന രക്ഷകമായ ദൈവത്തിൽ ആനന്ദിക്കുന്നു എന്ന് തുടങ്ങുന്ന ഈ ഗാനത്തിൽ അവരുടെ ആത്മാവും ചിത്തവും മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ദൈവത്തെയാണ് ആമുഖമായി നാം വായിക്കുന്നത്. തുടർന്ന് അവൾ അവളുടെ വ്യക്തിപരമായ അനുഭവം പങ്കുവയ്ക്കുന്നു. 3-മതായി രക്ഷാകർത്തത്തിലെ ദൈവത്തിന്റെ ഇടപെടലും 4-മതായി അതിന്റെ പൂർത്തീകരണവുമാണ് നാം വായിക്കുന്നത്. ഈ ക്രമം മനസ്സിൽ വെച്ചുകൊണ്ട് ഈ വചനഭാഗങ്ങളെ ധ്യാനിച്ചാൽ അത് കാണാതെ പഠിക്കാൻ എളുപ്പമാകും. നമ്മുടെ വചനയാത്രയുടെ ആരംഭം വചനം ഹൃദിസ്ഥമാക്കി ജീവിച്ച മറിയത്തിലെ ഈ സ്തോത്രഗീതം കാണാതെ പഠിച്ചുകൊണ്ടാകട്ടെ.